മിസ്ബാഹി തങ്ങൾ, മറ്റു പണ്ഡിത സുഹൃത്തുക്കളെ, കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, വിദ്യാർത്ഥി മിത്രങ്ങളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ദാറുൽ ഹുദ സ്ഥാപനം വളരെ സന്തോഷകരമായ നിലക്കാണിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇനിയും ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക്, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തിച്ച് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിലവിൽ ദഅവ കോളേജ്, ജൂനിയർ ദഅവ കോളേജ്, വുമൻസ് കോളേജ്, മദ്രസ, മറ്റു സംരംഭങ്ങളുമായി വളരെ നല്ല നിലക്ക് സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. റമളാൻ കഴിഞ്ഞാലുടൻ SSLC കഴിഞ്ഞ ഹിഫ്ള് കുട്ടികൾക്കുള്ള പ്രത്യേക കോഴ്സും നമ്മുടെ സ്ഥാപനത്തിൽ ആരംഭിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വരും വർഷങ്ങളിൽ സമൂഹത്തിന്, സമുദായത്തിന് വളരെ അത്യാവശ്യമായ കോളേജുകളും സ്ഥാപനങ്ങളും ഇൻഷാ അല്ലാഹ് ഓരോന്നായി സ്ഥാപിക്കപ്പെടും. ഈ നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ സൗകര്യമായാൽ, കെട്ടിട സൗകര്യക്കുറവുണ്ട്, അത് നികത്താൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ആർട്സ്, കോമേഴ്സ് കോളേജ് നമ്മുടെ സ്ഥാപനത്തിൽ ആരംഭിക്കാൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രിയപ്പെട്ട യുവാക്കൾക്ക് ദീനി ചിട്ടയിൽ പഠനം നടത്താനും ഉന്നത മേഖലയിലേക്ക് എത്താനുള്ള സംരംഭങ്ങളാണ് ഓരോന്നും ബഹുമാനപ്പെട്ട തങ്ങളുസ്താദിന്റെ, ഹാമിദ് തങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവൻ വിജയത്തിൽ എത്തിച്ചു തരുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഈ റമളാന് തുടക്കം മുതൽ തന്നെ ഒരുപാട് പേര് സ്ഥാപനത്തിലേക്ക് നല്ല നല്ല സംഖ്യകൾ അയച്ചു തന്നിട്ടുണ്ട്, എത്തിച്ചു തന്നിട്ടുണ്ട്. അതിലുപരി തങ്ങളുസ്താദ് അടക്കം ഞങ്ങളൊക്കെ പലരെയും സമീപിച്ചപ്പോൾ നല്ല സംഖ്യകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു. ധാരാളം കടമുണ്ടായിരുന്നു, ഇന്ന് ഓരോന്നും കടങ്ങളിൽ നിന്നൊക്കെ സലാമത്തായി കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കടം കൂടിയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ പൂട്ടി സ്ഥാപനത്തെ നല്ല ഇസ്സത്തിലാക്കാൻ അല്ലാഹു അവസരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാഹ്. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ റമളാന് തുടക്കം മുതൽ, അതുപോലെ നമ്മുടെ റമളാനോട് തൊട്ട് മുമ്പ് മുതൽ ഒരുപാട് നമ്മുടെ ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും വേദനയും ദുഃഖമുണ്ടാക്കിയത് നമ്മുടെ ഫാത്തിമത്ത് റഫ, നമ്മുടെ മഹ്മൂദ് ഹാജി ബള്ളാരിയുടെ സഹോദരിയുടെ മകൾ. ആ സഹോദരിക്ക് വേണ്ടിയും ഇന്ന് പ്രത്യേകം ഇവിടെ ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ് സഹോദരിയുടെ പേരിൽ ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് ഹദിയകൾ ബഹുമാനപ്പെട്ടവരുടെ സഹോദരിയുടെ കുടുംബങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. എല്ലാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് തന്നെ കാബിന മൗലയിലെ ഒരു സഹോദരി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ ബള്ളാരിയിലെ ഉമർ, അതുപോലെ ഒരുപാട് പേര്, നമ്മുടെ എഞ്ചിനീയർ മുഹമ്മദ് ഹാജി അടക്കമുള്ള ഈ പരിശുദ്ധ റമളാനിൽ ഒരുപാട് നമുക്ക് ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനു വേണ്ടി മാത്രമാണ് ഇന്ന് പ്രഭാഷണമൊന്നുമില്ലാതെ നല്ലൊരു മജ്ലിസും ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങളുസ്താദിന്റെ ദുആ മാത്രവുമായി ഇവിടെ ഒതുക്കിയിട്ടുള്ളത്. നമ്മൾ സഹായിച്ചവർക്ക്, നമ്മിൽ നിന്ന് വിട പറഞ്ഞവർക്ക് നല്ലൊരു പ്രാർത്ഥന ഇവിടെ ലഭിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അതിനുശേഷം വിപുലമായ നോമ്പ് തുറയുമുണ്ട്. അല്ലാഹു എല്ലാം കബൂലാകട്ടെ. നോമ്പ് തുറ സംഘടിപ്പിക്കാൻ എല്ലാ നിലക്ക് സഹായങ്ങൾ, വസ്തുക്കൾ എത്തിച്ചു തന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടത്തുള്ള മോമിനിയങ്ങൾ ഓരോരുത്തരും ഓരോന്ന് എത്തിച്ച് ഏറ്റെടുത്ത് ഇന്നത്തെ സ്ഥാപനത്തിന് പ്രത്യേകമായ ചെലവൊന്നുമില്ലാതെ മോമിനിയങ്ങളുടെ ചെലവ് കൊണ്ടാണ് ഈ നോമ്പ് തുറ നടക്കുന്നത്. അവർക്കും അവരുടെ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. സ്ഥാപനത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും വലിയ ആവശ്യമായി മാറിയിരിക്കുന്നത് വുമൻസ് കോളേജിന്റെ ബിൽഡിംഗ് ആണ്. നമ്മുടെ മദ്രസയിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ഓരോന്നും ഇന്ന് നെക്കിലയിൽ നിന്ന്, അതുപോലെ എൻമൂറിൽ നിന്നൊക്കെ നിരന്തരം വിളിച്ച് കുട്ടികളുടെ അഡ്മിഷന് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് നമുക്ക് ചെറിയ നിലക്കെങ്കിലും നല്ലൊരു ക്ലാസ് റൂം വേണം. അത് നിങ്ങളുടെ ഒക്കെ ഓർമ്മയിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ നമ്മുടെ മുകളിലുള്ള ബിൽഡിങ്ങിന്റെ ഇനി കുറച്ചും കൂടി